ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ പിറക്കുന്ന കുഞ്ഞ് എനിക്ക് ആ കുഞ്ഞിന്റെ അമ്മയാവണം. രാജകുമാരന്റെ അമ്മ. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇങ്ങനെ ടെൻഷനാകുന്ന ഭാര്യ ഏതൊരു പുരുഷന്റെയും ഭാഗ്യമാണ് അല്ലടാ. എന്നാലും ഈ നേരത്തെ ഇങ്ങനൊരു തലയിറക്കം. വരുൺ, ഇവൾ നിനക്ക് തരുന്ന സ്നേഹത്തിന്റെ ഇരട്ടി നീ തിരിച്ചു കൊടുക്കണം. അത് മറക്കണ്ട. അച്ഛൻ ഇവിടെ ഉണ്ടായ മുത്തശ്ശി എല്ലാം അച്ഛനോട് പറയും. അകത്ത് പോയി കുറച്ചേരം കിടക്കാം. വാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പൊ നേരെയായി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ ബുദ്ധിമുട്ടുണ്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും മോള് ചോദിക്ക്. ഏട്ടന്റെയും വരുണിന്റെയും കൂടെ അച്ഛൻ കൂടി പോവോ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്? അതെന്തിനാ? അച്ഛൻ വരുണിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു സമാധാനമാണ്. എന്റെ കൂടെ ഏട്ടനുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞേ ഉള്ളൂ, അച്ഛന് പോവാൻ പറ്റില്ലെങ്കിൽ വേണ്ട. പോകാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ മോള് സിൻസിയറായിട്ട് പറഞ്ഞ കാര്യം അച്ഛൻ തള്ളിക്കളയുന്നില്ല. വരുൺ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നു. അച്ഛാ, അവിടെ നിന്നേ. മുത്തശ്ശി, നിങ്ങൾ ആരോടും ഒന്നും പറയില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഈ പ്രിയങ്ക. വരുൺ പോകുന്നതിന് ഞാനെന്തിനാ എത്ര ടെൻഷനാകുന്നേ? പോയിക്കോട്ടെ, എവിടെയാണെന്ന് വെച്ചാ പോയിക്കോട്ടെ. എന്തിനാ ഇപ്പൊ ഈ പോക്ക്? വേണ്ടെന്ന് വെച്ചൂടെ? പോയാ പിന്നെ ഞാനെങ്ങനെ കാണുക? ഇത് തന്നെ എന്റെയും പ്രശ്നം. ഞാൻ പോയാ പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെ കാണും? എന്റെ മനസ്സിലതൊന്നുമല്ല. ആരാ പറഞ്ഞ? പിന്നെ എന്തായിരുന്നു? അത് പിന്നെ വേറെ എന്തോരം കാര്യങ്ങളുണ്ട്. വേറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള കാര്യം ഇതാ. അതെ, കുഴപ്പമില്ലടോ. എത്ര ദൂരത്തായാലും നമ്മുടെ മനസ്സിനുള്ളിലെ സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്ത് സ്നേഹം? ആരുടെ സ്നേഹം? എന്നെ ഓർത്ത് മനസ്സൊരുക്കൊരു യാത്ര പോകാൻ നിൽക്കുന്നതിനിടയിൽ നീ കുറുമ്പൂടെ കാണിച്ചോണ്ടല്ലോ, ഒറ്റ അടി ഞാൻ അങ്ങോട്ട് വെച്ച് തരും. അതെ, ഇങ്ങോട്ടോ ദേഷ്യം കാണിച്ച് എന്നെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കറിയാം ഇരിയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന്. എന്ത് ബുദ്ധിമുട്ട്?
തിരിച്ചു വരുന്നത് വരെ ഒരു മുദ്രയായിട്ട് അതവിടെ കിടന്നോട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കാൻ. ആ അതെ, ഈ ഒളിച്ചുകളിയൊക്കെ നമുക്ക് നിർത്താറായി കേട്ടോ. ഞാൻ അതിനുള്ള ഒരുക്കത്തില്ല. എന്നാ പിന്നെ പോയിട്ട് വരാം. കുറെ കാലത്തിന് ശേഷം അച്ഛനും പറഞ്ഞു ഒരുമിച്ചൊരു യാത്ര. എത്ര ദിവസം അറിയില്ല. താനിവിടെ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാനിവിടെ ഓക്കെ ആയിരിക്കില്ല സൂര്യ. എന്തുപറ്റി? ഞാൻ കരുതി സൂര്യയുടെ അസുഖം മാറി പുതിയ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോ ഞാനും കൂടെ ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ പോരുന്നോന്ന്. എടോ, തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ, നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. ഹേയ്, താൻ സിൻസിയർ ആയിട്ടാണ് ആഗ്രഹിച്ചെങ്കിൽ അത് പ്രാക്ടിക്കൽ ആക്കിയല്ലേ പറ്റൂ. ശരിക്കും പറ, താൻ ആഗ്രഹിച്ചിരുന്നോ? ശരിക്കും ആഗ്രഹമുണ്ടോ തനിക്ക് വരാൻ? ഉണ്ട് സൂര്യ. നമ്മുടെ എസ്റ്റേറ്റും അവിടുത്തെ പരിസരങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. മുൻപൊരിക്കൽ നമ്മൾ അവിടെ പോയിരുന്നത് ഓർമ്മയില്ലേ? അന്ന് ഞാൻ എന്ത് ക്രൂരമായിട്ടാ സൂര്യയോട് പെരുമാറിയിരുന്നേ. അതൊക്കെ തിരുത്താൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ. അതെ, തിരുത്തലിനോ മാപ്പുറച്ചിലിനോ വേണ്ടി വരണ്ട. അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞ കാര്യങ്ങളാ. പക്ഷെ ഇപ്പൊ താനങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യ. താൻ റെഡി ആയിക്കോ. അല്ല, അച്ഛനോടും വരുണിനോടും ചോദിക്കാതെ. തനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, താൻ എന്റെ ഒപ്പം വരുന്നു പറയുന്നു. അവരെന്ത് പറയാനാ? താൻ റെഡി ആയിക്കോ. താങ്ക് യു സൂര്യ, താങ്ക് യു വെരി മച്ച്. നന്ദി ഞാൻ തന്നോളാം പറയട്ടെ. ഈ യാത്ര ഇത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയതിന്. ഞാനിപ്പോ കനിമംഗലത്തിന്റെ അടുത്ത അവകാശി ആദ്യം ഈ വീട്ടിൽ പിറക്കുന്ന കുഞ്ഞ. എനിക്ക് ആ കുഞ്ഞിന്റെ അമ്മയാവണം. രാജകുമാരന്റെ അമ്മ. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ?